മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സംഘർഷാവസ്ഥ മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുൻപിൽ ഇപ്പോൾ അരങ്ങേറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിന് വഴങ്ങാതെ, അറസ്റ്റിന് വഴങ്ങാതെ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 2.5 മാസമായി ശമ്പളം മുടങ്ങിയ താൽക്കാലിക ജീവനക്കാർ കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ ജോർജ് ആശുപത്രിയിൽ എത്തിയപ്പോൾ അവരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിച്ചിരുന്നു. ഈ പരാതി അറിയിച്ചത് പ്രതിഷേധമായി കണക്കിലെടുത്ത് പ്രിൻസിപ്പലിന്റെ പരാതിയിലാണ് ബഹളം വെച്ചതിനും സംഘർഷ സാധ്യത ഉണ്ടാക്കിയതിനും ഈ പറഞ്ഞ ശമ്പളം മുടങ്ങിയ, ശമ്പളം കിട്ടാത്ത താൽക്കാലിക ജീവനക്കാർക്കെതിരെ ഇന്ന് പോലീസ് കേസെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. വിപിൻ സി വിജയൻ ചേർന്ന്. വിപിൻ, വിവരങ്ങൾ. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ അറസ്റ്റ് വരിക്കുന്നതിന് വേണ്ടി പ്രവർത്തകർ തയ്യാറാകുന്നില്ല. അവർ ബലമായി തന്നെ പോലീസ് ഇവരെ വാഹനത്തിലേക്ക് കയറ്റുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏകദേശം ഒരു 30ഓളം വരുന്ന പ്രവർത്തകരാണ് ഇവിടെ പ്രതിഷേധിച്ചത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ പ്രതിഷേധിച്ചത്. ഈ പ്രിൻസിപ്പലിന്റെ പരാതിയിലായിരുന്നു ഇവർക്കെതിരെ കേസെടുത്തത്. അപ്പോൾ അകത്തേക്ക് കയറുന്ന ഉൾപ്പെടെ ഈ പ്രവർത്തകർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അവരെയാണ് ഇപ്പോൾ ബലമായി തന്നെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ആ അറസ്റ്റ് വരിക്കാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പ്രിൻസിപ്പൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടില്ല. അത് ഇത്തരത്തിലുള്ള പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ആരോപണമുള്ളത്. ഈ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തതിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് എന്നുള്ളത് നിസ്സംശയം തന്നെ പറയാം. ഈ കേസ് പിൻവലിക്കണം, അത് പ്രിൻസിപ്പലിന്റെ പരാതിയിലായിരുന്നു, ആ കേസ് പിൻവലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ ഇവർക്ക് 2 മാസമായിട്ട് ശമ്പളം ലഭിച്ചിട്ടില്ല, ഈ ശമ്പളം ആദ്യം കൊടുക്കുകയാണ് വേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിക്കായി സർക്കാർ ഏകദേശം 100 കോടിയിലധികം രൂപ നിലവിൽ കൊടുക്കാനുണ്ട് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമുണ്ട്. അത് വിവിധ പദ്ധതികൾക്കായിട്ട് പണം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം കൂടി മുടങ്ങിയിരിക്കുന്നു. അതിനിടയിലാണ് ഈ കേസും ഒക്കെ അവർക്കെതിരെ വരുന്നത്. അതിലാണ് പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമായി വരുന്നതും അത് കനക്കുന്നതും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി എത്തുന്നു, മന്ത്രിയോട് പരാതി പറയാൻ എത്തുന്നു. അങ്ങനെ ഇപ്പോൾ പരാതി ആയിരിക്കുന്നത് പ്രിൻസിപ്പൽക്കാണ്. ആ പരാതിയിലാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് താൽക്കാലിക ജീവനക്കാർ. അതിൽ നഴ്സ് മുതൽ അറ്റൻഡർമാർ മുതൽ ഇവിടെ ഒക്കെ ജോലിക്കൊക്കെ വരുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ എതിരെയാണ് നിലവിൽ ഈ കണ്ടാൽ അറിയാവുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ എതിരെയാണ്, ഈ താൽക്കാലിക ജീവനക്കാർക്കെതിരെയാണ് ഈ പരാതി വന്നിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തവരുമായി പോലീസ് ബസ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. എല്ലാവരെയും തന്നെ അറസ്റ്റ് ചെയ്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് നീക്കുകയും ചെയ്തിരിക്കുന്നു. സുഹൈൽ, കൃത്യമായി മാസശമ്പളം അക്കൗണ്ടിലെത്തുന്നവർക്ക് ഒരു കണ്ണട വാങ്ങിയാൽ പോലും അതിന്റെ പണം റീഇംബേഴ്സ് ചെയ്യപ്പെടുന്ന അധികാരവർഗത്തിന്, റൂളിംഗ് ക്ലാസ്സിന് ദിവസവേതനക്കാരന്റെ വേദന ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരാം. അങ്ങനെ ആ പാവപ്പെട്ടവൻ, സാധാരണക്കാരൻ ദിവസവും അവിടെ അവൻ്റെ ആയുസ്സിലൊരു വലിയ ഭാഗം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ മണിക്കൂറുകൾ ആശുപത്രിയിൽ ചെലവഴിച്ച് അന്നുള്ള ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവന്റെ താൽക്കാലിക ശമ്പളം മുടങ്ങിയപ്പോൾ ഗതികെട്ടാണ് ആരോഗ്യമന്ത്രി ആശുപത്രിയിലെത്തിയപ്പോൾ ആ പരാതി അറിയിച്ചത്. ആ പരാതിയാണ് പ്രതിഷേധത്തിന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകുന്നത്. അങ്ങനെ പ്രിൻസിപ്പലിന്റെ പരാതിയിൽ കണ്ടാലറിയാവുന്ന എന്ന പേരിൽ കേസെടുത്തിരിക്കുന്ന അവിടുത്തെ താൽക്കാലിക ജീവനക്കാർക്കെതിരെയാണ്. അവിടെ ന്യായമായ ആവശ്യം ഉന്നയിച്ച താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിപിൻ സി വിജയൻ നേരത്തെ പ്രിൻസിപ്പലിന്റെ ഒരു വിശദീകരണം നൽകിയിരുന്നു. താനൊരു പരാതി കൊടുത്തു, അവിടെ ചില സംഘർഷ സാധ്യത ഉണ്ടാക്കാൻ ചിലർ തുനിഞ്ഞിറങ്ങിയെന്ന പരാതിയാണ്. ആ പരാതിയിൽ ഇവരാണ് ഈ പ്രതിഷേധിച്ചവരെന്നും ഇവരാണ് ഈ പ്രശ്നമുണ്ടാക്കിയതെന്നും പോലീസ് വ്യാഖ്യാനിച്ചത് എന്തുകൊണ്ടാണ് വിപിൻ? അതിൽ താൽക്കാലിക ജീവനക്കാർക്കെതിരെ ആയിരിക്കും ആ പരാതി. അതിലിപ്പോൾ പ്രിൻസിപ്പൽ ഈ രീതിക്കാണ് പറയുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് താൻ പറഞ്ഞത്, അല്ലാതെ ഇന്ന ആൾക്കാർക്കെതിരെ എന്നുള്ളത് കൃത്യമായിട്ടൊന്നും പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. പക്ഷേ FIR-ൽ കണ്ടാലറിയാവുന്ന താൽക്കാലിക ജീവനക്കാർ എന്നുള്ള വരി തന്നെ എടുത്തു പറയുന്നുണ്ട്. അന്നിപ്പോൾ അവിടുത്തെ ഒരു പ്രതിഷേധം കണക്കാക്കുകയാണെങ്കിൽ മന്ത്രിയെ തടഞ്ഞു, അതായത് മന്ത്രി വരുമ്പോൾ ആ ഒരു കൂട്ടം ചേർന്നുകൊണ്ടാണ് അവർ പരാതി പറയാൻ ശ്രമിച്ചത്. സ്വാഭാവികമായിട്ടും മന്ത്രി മുന്നോട്ട് നടക്കുകയായിരുന്നു. ആ സമയത്തുള്ള ഒരു ദൃശ്യങ്ങൾ കൂടി കാണുമ്പോൾ അത് മന്ത്രിയെ തടഞ്ഞു നിർത്തുകയായിരുന്നില്ല, മന്ത്രിയോട് ആ കാര്യങ്ങൾ അവർ ബോധിപ്പിക്കുകയായിരുന്നു. കാരണം അത്രയേറെ ഓരോരോ വിഭാഗത്തിലും പ്രതിസന്ധികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്താണ് ഇവിടുത്തെ നഴ്സിംഗ് സ്കൂളിൻ്റെ ഒരു സാഹചര്യം. ഇവിടെ ഹോസ്റ്റൽ അടച്ചിട്ട് ദിവസങ്ങളായി, അതിന് ഫിറ്റ്നസ് പോലും ഇല്ല. 2016 ശേഷം ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിലാണ് ഇപ്പോഴും ഇവിടുത്തെ നഴ്സിംഗ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ ഒട്ടനവധി പരിമിതികളും പരാതികളും ഒക്കെ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിട്ടുണ്ട്. അവിടേക്ക് ആരോഗ്യമന്ത്രി എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊക്കെ
അത് മന്ത്രിയോട് നേരിട്ട് സർക്കാരിനോട് നേരിട്ട് ഒരു കാര്യം പറയാനുള്ള ഒരു അവസരമായി കാണുകയും അവരതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു ശ്രമം ആണ് ആ ദിവസവും നടന്നത്. കാരണം ആ ആളുകൾ അവർക്ക് നിവേദനം നൽകുന്നു, അതിന് ഒപ്പം തന്നെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യം, അവരുടെ ഒരു ജീവിതത്തും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് കൂടി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത്. ഇതാദ്യമായിട്ടല്ല ഒരു ശമ്പളം മുടങ്ങുന്നത്. ഇതിനു മുൻപും 3-4 മാസങ്ങളൊക്കെ വെച്ച് ഈ ഗഡുക്കളായിട്ട് മുടങ്ങുന്നുണ്ട്. അങ്ങനെ താൽക്കാലിക ജീവനക്കാർ അവരുടെ അത്തരത്തിലുള്ള പരാതികൾ ഇടയ്ക്കിടയ്ക്ക് പറയുകയും പിന്നീട് പണം വരുമ്പോൾ അത് ഒരുമിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് അതങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിൽ മന്ത്രി എത്തിയപ്പോൾ മന്ത്രിയോട് നേരിട്ട് പറയാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ പരാതിയായി വരികയും അതിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് നടപടികളിലേക്ക് നിലവിൽ പോലീസ് കടന്നിട്ടില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നു. സുഹൈൽ, മുട്ടാവുന്ന വാതിലുകൾ അത്രയും മുട്ടിയിട്ടുണ്ടാകും ശമ്പളം കിട്ടാൻ. കാണേണ്ട അധികാരവർഗത്തെ എല്ലാവരെയും കണ്ടിട്ടുണ്ടാകും. എന്നിട്ടും അതിലൊരു ഗത്യന്തരമില്ലാതെയായിരിക്കും അന്ന് ആരോഗ്യമന്ത്രി എത്തിയപ്പോൾ ആ പരാതി നേരിട്ട് അവർ ബോധിപ്പിച്ചത്. ആ പരാതി ബോധിപ്പിച്ചവർക്കെതിരെ മന്ത്രിയെ തടഞ്ഞതിനും ബഹളം വെച്ചതിനും അടക്കം ഗുരുതര വകുപ്പിൽ ചുമത്തി എഫ്ഐആർ ഇട്ടിരിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നത്. വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.